നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ മരംമുറി സംഭവം കൂടെ കടന്നു വരികയാണ്. നമ്മുടെ മുട്ടിൽ മരംമുറി കേസിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഏതാണ്ട് 450ഓളം മരങ്ങൾ മുറിച്ചു മാറ്റിക്കടത്തിയ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഹിന്ദു പത്രം അതിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ, ഞാൻ വായിക്കുന്ന മറ്റ് മലയാള പത്രങ്ങൾ ഞാൻ കണ്ടില്ല. ഇനി അതിലെവിടെങ്കിലും ഉണ്ടെങ്കിൽ, അഥവാ ഇനി വല്ല ഏതെങ്കിലും അപ്രധാനമായ ഭാഗത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പത്രക്കാരെന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ഹിന്ദു പത്രത്തിലെ ഈ വാർത്ത കണ്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കാർഡമം ഹിൽ റിസോർട്ട്, CHR എന്നറിയപ്പെടുന്ന കാർഡമം ഹിൽ റിസോർട്ട് ഏലത്തോട്ടത്തിന് വേണ്ടി മാത്രമുള്ള മേഖലയാണ്. അവിടെ ഏലകൃഷി മാത്രമേ പാടുള്ളൂ, മറ്റ് കൃഷികളൊന്നും പാടില്ല. കാരണം ഏലകൃഷി സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വനം വകുപ്പ് അതിനകത്ത് പല കാര്യങ്ങളും നോക്കാനുണ്ട്. കാരണം അവിടെയൊക്കെ ധാരാളം മരങ്ങൾ വേണം. ഈ ഏലത്തോട്ടത്തിന് എപ്പോഴും ഏലത്തിന് നല്ല തണുപ്പ് വേണ്ടതുകൊണ്ട് മരങ്ങൾ ധാരാളം വേണം. കാരണം ഒരുപാട് വെയിലടിക്കാൻ പാടില്ല, ചൂട് അടിക്കാൻ പാടില്ല, സൺലൈറ്റ് ഒരുപാട് അടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ ഈ മരങ്ങൾ ധാരാളം വേണ്ടതാണ്. ഏതാണ്ട് 450ഓളം മരങ്ങളാണ് അവിടുന്ന് ഇപ്പോൾ, അതായത് ഈ ശാന്തമ്പാറ എന്ന സ്ഥലത്ത്, ശാന്തമ്പാറയിലുള്ള പെത്തോട്ടി എന്ന് പറയുന്നതിനടുത്തുള്ള ഒരു സ്ഥലത്ത്, അവിടുന്ന്, അതായത് ഉച്ചിൽകുത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിങ്ങനെ മുറിച്ച് മാറ്റിയേക്കുന്നത്. ഇത്രത്തോളം മരങ്ങൾ മുറിച്ച് മാറ്റിയേക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഫോറസ്റ്റുകാർ സമീപിച്ചപ്പോൾ അവരെ പറയുന്നത് അവരതിന് കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, ഈ മരം മുറിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ മരം മുറിച്ച് മാറ്റാനുള്ള അവകാശം ആർക്കും ഇല്ല. അതാണ് കാര്യം. അവിടെ റിസർവ് ഏരിയയാണ്. മരം മുറിച്ച് മാറ്റാൻ പാടുള്ളതല്ല. പിന്നെ ഇവിടെ ഇത് മരം മുറിച്ചത് മാത്രമല്ല, അവിടെ അത്രയും ഭാഗത്തെ മരം മുറിച്ചിട്ട് അവിടെ അത് ഒരു വലിയ കുളം കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി മരം നടാൻ ഒക്കത്തില്ലല്ലോ കുളം കുഴിച്ചിടത്ത് ഏതായാലും. പിന്നെ അത് കൂടാതെ ചെയ്തേക്കുന്ന അടുത്ത പണി എന്ന് പറയുന്നത് എർത്ത് മൂവേഴ്സ്, അതായത് നമ്മുടെ ഈ ഭൂമിയിലെ മണ്ണ് മാറ്റി നിരത്തുന്ന യന്ത്രങ്ങളൊക്കെ ധാരാളം അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കാരണം ഇത് 40 ഏക്കർ സ്ഥലമാണ് ഈ മരം മുറിച്ചേക്കുന്ന സ്ഥലം. ഈ 40 ഏക്കർ സ്ഥലമെന്ന് പറയുന്നത് അതിൻ്റെ ഓണർ, അതായത് ആ ലാൻഡ് ഓണർ, ആ ഭൂമിയുടെ ഉടമസ്ഥൻ, അയാൾ അടിമാലിയിലുള്ള ഒരാൾക്ക് ഈ 40 ഏക്കർ ലീസിന് കൊടുത്തു. ലീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാടക എന്ന തറവാടകയ്ക്ക് കൊടുക്കും. അതാണ് ഇത്, ലീസ് കൊടുത്തു. ഈ ലീസ് ഹോൾഡ് റൈറ്റ് വെച്ചുകൊണ്ടാണ് ഈ മരങ്ങൾ മുഴുവൻ മുറിച്ചേക്കുന്നത് കേട്ടോ. അതിനകത്ത് എന്തെന്നറിയുക, അത് ഒരു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഏലം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സൺലൈറ്റ് കൂടുതൽ വേണം. അതുകൊണ്ട് ഈ മരങ്ങൾ നിന്നാൽ പറ്റത്തില്ലെന്ന് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു സാങ്കേതിക വിദഗ്ധൻ, അതായത് ഈ കൃഷിശാസ്ത്രത്തിൽ ഉള്ള ഒരു വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇത് ചിലപ്പോൾ ഈൽഡ്, അതായത് വരുമാനം കുറച്ച് കൂടും. പക്ഷേ ഇൻ ദ ലോങ് റൺ, അതായത് കാലം കഴിയുമ്പോൾ ഇത് വളരെ വലിയ പ്രശ്നത്തിലാവും. കാരണം അവിടെ ഏലകൃഷി സാധ്യമല്ലാതാവും, അവിടെയും അതിന് സമീപ പ്രദേശങ്ങളിലും. കാരണം എന്താണെന്നറിയോ, അവിടെ ചൂട് കൂടും. മരങ്ങളില്ലെങ്കിൽ സൺലൈറ്റ് കൂടും, ചൂട് കൂടും. അതോടുകൂടി ഈ ഏലകൃഷി തന്നെ അവിടെ സാധ്യമല്ലാതായിട്ട് മാറും. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത് അവസാനം എന്താ, അപ്പോൾ നോക്കിയപ്പോൾ ഫോറസ്റ്റുകാർ അതിന് പറയുന്ന കാര്യം, ഈ പരിസ്ഥിതിക്കുണ്ടാവുന്ന നാശമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെ ഈ മരങ്ങൾ നിന്ന് ആ സംരക്ഷണത്തിൽ മാത്രമേ ഈ മേഖലയിൽ തണുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആ പരിസ്ഥിതിക്ക് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഫോറസ്റ്റുകാർ പറയുന്ന മറുപടി എന്തോന്നറിയോ, ഇത് വലിയ വിലയുള്ള മരങ്ങളൊന്നുമല്ല ഈ മുറിച്ച് മാറ്റിയത്. വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ നോക്കേണ്ടത്. ഈ മരങ്ങൾ മുറിച്ചത് മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് പഠിക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യണ്ടേ. അതൊന്നും ശ്രദ്ധിക്കാതാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു കേട്ടോ, അതായത് ഭൂമിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മുടെ VS അച്യുതാനന്ദൻ, സഖാബ് VS
നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പണി നടക്കത്തില്ലായിരുന്നു അവിടെ ശാന്തമ്പാറയിൽ. കാരണം VS അവിടെ ചെന്നേനെ. അവിടെ ചെല്ലുന്നത് മാത്രമല്ല, ഇത് തടഞ്ഞേനെ. ഇങ്ങനൊരു സംഭവം നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പ്രതിപക്ഷത്തുള്ളവരൊന്നും ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. ആരോ ഒരു കോൺഗ്രസ് നേതാവ് അവിടെ ലോക്കൽ ലീഡർ എങ്ങാണ്ട് ഇത് പറഞ്ഞെന്ന്, ഇതിനെതിരെ നടപടി വേണമെന്നൊക്കെ പറഞ്ഞതായിട്ട് വാർത്തയെ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് കാണുന്നു. പക്ഷെ അത് മതിയോ? ഇത് ഗവൺമെൻറ് നടപടി വേണം. ആ നടപടി ഉണ്ടാക്കി എടുപ്പിക്കണം. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. അത് ചെയ്യണം. ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിന് നടപടി എടുപ്പിക്കണം. കാരണം ഇത് ഈ അടിമാലിയിലുള്ള ഈ പറയുന്ന, അതായത് ഈ ഭൂമി വാടകയ്ക്കെടുത്ത് വെച്ചിട്ട് ഈ പണി ചെയ്തേക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ചില്ലറക്കാരൊന്നും ആയിരിക്കുകയല്ല. അയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതായിരിക്കും. 40 ഏക്കർ വസ്തുവാണ് എടുത്തിട്ടാണ് ഈ പണി മുഴുവൻ. ഒരുപാട് എർത്ത് മൂവേഴ്സൊക്കെ കൂടുതലും മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഇറക്കി എല്ലാം നിരപ്പാക്കി കൊണ്ടുപോവുകയാണ്. ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുത്തി. ഇവിടെ കുളമൊക്കെ, വലിയ കുളമൊക്കെ വെട്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഏലകൃഷിക്ക് വേണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിന് അന്നേരം ഒരു പ്രത്യേകതര ഏലം കൃഷി ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പരിപാടിയാണെന്ന്. അത് ഈ കുളത്തിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ? ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ കാലാവസ്ഥ തന്നെ വലിയ വ്യതിയാനം സൃഷ്ടിക്കും. ഇവിടെ ശാന്തമ്പാറ പോലുള്ള ഒരു സ്ഥലത്ത് ഈ ഹിൽസ് റിസർവിൽ ഈ പണികളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴാണ് സഖാവ് VSൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ വളരെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ ഉള്ളതിൻ്റെയൊക്കെ കുഴപ്പം നമ്മൾ തിരിച്ചറിയുന്നത്. ഇല്ലെങ്കിൽ സഖാവ് അവിടെ ചെന്നേനെ, ഇത് തടഞ്ഞേനെ. ഇന്ന് അത് തടയാനിപ്പോൾ ആരുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുക മാത്രമല്ല, ഈ മരം മുറിച്ചതിനെതിരെ വലിയ നടപടി എടുക്കണം. ആ നടപടി അവിടെ എല്ലാം മരം വെച്ച് പിടിപ്പിക്കാനുള്ള നടപടികൾ തന്നെ എടുക്കണം. ഈ പറയുന്ന ഈ തറവാടക എടുത്ത് കൊണ്ട് മരം മുറിച്ചവനെയും, അതുപോലെ ഈ ലാൻഡ് ഓണർ ഉണ്ടല്ലോ, ഈ ഭൂമി വാടകയ്ക്ക് കൊടുത്തവനെയും, അവൻ്റെയൊക്കെ പേരിൽ കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ശരിയായ രീതിയിൽ കേസെടുക്കണം. ആ കേസെടുത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നതിനും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിയതിനും അവർക്കെതിരെ ശരിയായ നടപടി വേണം. ഏലച്ചെടികളുടെ റീപ്ലാന്റിങ് വേണം എന്നുള്ളതിൻ്റെ മറവിലാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇതിന് ഈ തടി വിലയുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ഫോറസ്റ്റുകാർ നോക്കേണ്ട കാര്യമല്ല. ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തടിയും ഒരുപോലെ തന്നെയാണ്. അവിടുത്തെ മരങ്ങൾ ഒരുപോലാണ്. ആ മരത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ഇവർ നോക്കേണ്ട കാര്യമില്ല. ആ മരങ്ങളെന്ന് പറയുന്നത് ചോലവൃക്ഷങ്ങളാണ്. അത് ഏലകൃഷിക്ക് അത്യന്താപേക്ഷിതവുമാണ്. അങ്ങനെയുള്ളപ്പോൾ അവിടെ നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്ന് പറയുന്നത് അതിന് വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഫോറസ്റ്റുകാർ നോക്കേണ്ടത്. ശക്തിയുക്തമായ നടപടികളാണ് വേണ്ടത്. അല്ലാതെ ആ മരങ്ങൾ വളരെ വലിയ വിലയൊന്നും ഉള്ള മരങ്ങളല്ല എന്നൊന്നും പറഞ്ഞ് ആരും രക്ഷപ്പെടാൻ അനുവദിക്കരുത്.